നവാഗതനായ ശ്രീ മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ശ്രീ മമ്മൂട്ടി നായകനായ ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രം തിയേറ്ററിലെത്തുകയാണ്. ചിത്രത്തെപ്പറ്റി സംസാരിക്കുന്നത് തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ ശ്രീ ബിപിൻ ചന്ദ്രൻ. നമസ്കാരം സർ. ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിനെ കുറിച്ച് തിരക്കഥാകൃത്ത് നിലയിൽ താങ്കൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമെന്ന് പല ആൾക്കാരും പറയുന്നത് പോലെ സ്ഥിരം അവകാശവാദം എന്തായാലും ബെസ്റ്റ് ആക്ടറിനെ സംബന്ധിച്ച് നമ്മൾ നടത്തുന്നില്ല. വ്യത്യസ്തത എത്രമാത്രം ഈ ചിത്രത്തിലുണ്ട് എന്ന് പ്രേക്ഷകരാണ് വിധി പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവകാശവാദങ്ങൾക്ക് അതിനകത്ത് വലിയ വിലയില്ല. കാഴ്ചയ്ക്ക് ശേഷമാണല്ലോ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നമാണെങ്കിലും, സിനിമയും ഒരു ഉൽപ്പന്നമാണ്, ആനന്ദത്തിന് വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നമാണ്. കല മാത്രമല്ല സിനിമ എന്ന് പറയുന്നത്. അതിനകത്ത് മാർക്കറ്റിംഗിന്റെയും പരസ്യങ്ങളുടെയും ഒക്കെ ഒരുപാട് ഘടകങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ആത്യന്തികമായി വിലയിരുത്തപ്പെടുന്നത് അത് വിപണിയിൽ എത്തിയതിനു ശേഷമാണ്. എന്ന് പറയുന്നത് പോലെ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയതിനു ശേഷമാണ് അത് ആത്യന്തികമായി വിലയിരുത്തപ്പെടേണ്ടത്. അതുകൊണ്ട് അവകാശവാദങ്ങളിലേക്ക് ഒന്നും കടക്കാതെ നമ്മൾ ചെയ്ത ജോലിയെ കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ക്രൂവിന്റെ താല്പര്യം. ഈ ചിത്രത്തിന് ഒരു പക്ഷേ ഇത് അനൗൺസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് ഒരു സിനിമാ കഥ എന്ന പേരായിരുന്നു. അതിനുശേഷം ഇതിന്റെ പേര് ബെസ്റ്റ് ആക്ടർ എന്ന് മാറ്റാനിടയായ സാഹചര്യം എന്തായിരുന്നു? ഒരു സിനിമാ കഥ എന്നുള്ള പേര് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നില്ല. ഒരു മാധ്യമങ്ങളിലും അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് നമ്മൾ ഔദ്യോഗികമായി കൊടുത്തിരുന്നില്ല. പല വൃത്തങ്ങളിൽ നിന്നും നമ്മൾ തന്നെ അത് കേട്ടിരുന്നു. ഒരു സിനിമാ കഥയാണ് ഇത്, ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കഥയാണ് ഇത് എന്നുള്ള മാധ്യമ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്നും ഊഹിച്ചെടുത്തിട്ടുള്ള ഒരു പേരായിരുന്നു ഒരു സിനിമാ കഥ. അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈറ്റിൽ ആയിരുന്നില്ല. അവസാന ഘട്ടത്തിലാണ് നമ്മുടെ ടൈറ്റിൽ ഫിക്സ് ആകുന്നത്. അതുവരെ ഷൂട്ടിങ്ങിന്റെ ആദ്യഘട്ടം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടാണ് ബെസ്റ്റ് ആക്ടർ എന്നുള്ള പേര് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കഥയുടെ ഘടനയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ബന്ധം ഈ ടൈറ്റിലിനുണ്ട്. അത് ചിത്രം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു മനോഹാരിത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിടികിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചിത്രവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ടൈറ്റിൽ തിരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഈ ചിത്രം കൈകാര്യം ചെയ്യുന്ന ഹാസ്യം ഏത് തരത്തിലുള്ളതാണ്? ഇത് ചോദിക്കാൻ കാരണം അടുത്ത കാലത്തായി മലയാള സിനിമയിൽ ഈ ഹാസ്യ ചിത്രങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു നിലവാര തകർച്ചയെ പറ്റി പല കോണുകളിൽ നിന്നും പരാമർശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ വൻ വിജയങ്ങളായ പല ചിത്രങ്ങൾ പോലും ഒരുപക്ഷെ അതിലെ ഹാസ്യം നിലവാരമില്ലാത്തവയാണെന്നൊരു അഭിപ്രായ പ്രകടനമുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിലെ ഹാസ്യം ഏത് തരത്തിലുള്ളതായിരിക്കും? ഹാസ്യം നമുക്ക് പലതരത്തിൽ സിനിമകളിൽ ഉപയോഗിക്കാം. ചാർലി ചാപ്ലിന്റെ കാലഘട്ടം മുതലേ ചിരിയുടെ അല്ലെങ്കിൽ തിയേറ്ററിൽ എപ്പോഴും വിജയമായിട്ടുണ്ട്. അത് പലതരത്തിൽ ആൾക്കാർ ഉപയോഗിച്ചിട്ടുമുണ്ട്. ചില ഇപ്പോ ക്ലാസ് കോമഡികൾ വിജയിച്ചിട്ടുള്ള ചിത്രമുണ്ട്. അത് ലോക സിനിമയിൽ തന്നെ പലയിടങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. മിസ്റ്റർ ബീൻ പോലെയുള്ള കഥാപാത്രങ്ങൾ ജനഹൃദയങ്ങളിൽ നിൽക്കുന്നുണ്ട്. അതല്ലാതെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള കോമഡികളും ചിത്രങ്ങളിൽ വളരെ വലിയ വിജയം നേടിയിട്ടുണ്ട്. ഇതൊരു കോമഡി ചിത്രമാണ് എന്നുള്ള ലേബലിൽ വന്ന് വിജയിച്ചിട്ടുള്ള ചിത്രങ്ങളുണ്ട്, പരാജയപ്പെട്ട ചിത്രങ്ങളുണ്ട്, നിലവാരം തകർന്നു പോയ ചിത്രങ്ങളുണ്ട്. അത് ഹാസ്യത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഓരോ സംവിധായകന്റെ ഓരോ കഥയുടെയും ഒക്കെ അനുസരിച്ച് മാറ്റങ്ങളുണ്ടാകാം. നമ്മളെന്തായാലും ഒരു സ്ലാപ്സ്റ്റിക് കോമഡി അല്ല ഇതിനകത്ത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹാസ്യത്തിന് വേണ്ടിയുള്ള ഒരു ഹാസ്യം, അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആൾക്കാരെ ചിരിപ്പിച്ചാൽ ഞങ്ങൾ അടങ്ങും എന്നുള്ള ഒരു വാശിയിൽ ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഹാസ്യരംഗങ്ങളും ഈ സിനിമയിൽ ഉണ്ടാവില്ല. മറിച്ച് കഥാപാത്രങ്ങൾ വളരെ രസകരങ്ങളായിട്ടുള്ള ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ കഥാപാത്രങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ കഥാപാത്രങ്ങൾക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ നമുക്ക് പരിചയപ്പെടുന്ന രസകരങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങളുള്ള ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ സിനിമയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടന്മാരുടെ മാനസങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സ്വാഭാവികമായിട്ടുള്ള ഹാസ്യമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് മതിമറന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ ഈ കഥ കടന്നു പോകുന്നത് കൊണ്ട് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയൂ. ശ്രീ മമ്മൂട്ടിക്ക് വേണ്ടി താങ്കൾ ഇതിനു മുൻപ് ഡാഡിക്കൂൾ എന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുമ്പോഴുള്ള ഒരു അനുഭവം എന്താണ്? അതുപോലെ ഈ ചിത്രത്തിൽ ശ്രീ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മമ്മൂക്കയുമായിട്ടുള്ള രണ്ടാമത്തെ ചിത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. വളരെ കംഫോർട്ടബിൾ ആണ് മമ്മൂക്കയുമായിട്ട് ജോലി ചെയ്യാൻ. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഇത്രയും അറിയപ്പെടുന്ന നടന്മാരുടെ ഗണത്തിൽപ്പെടുന്ന, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് വാങ്ങിയിട്ടുള്ള നടനായിട്ടുള്ള മമ്മൂക്കയുടെ ഒപ്പം വളരെ പ്രായം കൊണ്ടും പരിചയസമ്പന്നത കൊണ്ടും ഒക്കെ വളരെ താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അനുഭവത്തിന്റെ, എക്സ്പീരിയൻസിന്റെ ഒരുപാട് പാഠങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാനും ഞങ്ങളുടെ തന്നെ കരിയറിനെ മെച്ചപ്പെടുത്തുവാനും ഞങ്ങളെ മുന്നോട്ട് നയിക്കുവാനും നമ്മൾ ഉദ്ദേശിക്കാത്ത ഡയമെൻഷൻസിലേക്ക് കഥാപാത്രത്തിനെ വളർത്തുവാനും സിനിമയെ കൊണ്ടുപോകാനും ഒക്കെയുള്ള നമുക്കയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു
എഫേർട്ട് നമുക്ക് സിനിമയുടെ ടോട്ടാലിറ്റി അത് ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? മോഹൻ എന്നുള്ള ഒരു യു പി സ്കൂൾ അധ്യാപകനായിട്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. സിനിമയോട് വളരെ താല്പര്യമുള്ള, സിനിമയിൽ അഭിനയിക്കാൻ മോഹമുള്ള ഒരു കഥാപാത്രമാണ്. നാട്ടിൽ ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന, ആൾക്കാർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന, നാട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ്. എപ്പോഴും അയാളുടെ ആഗ്രഹം സിനിമയാണ്. അപ്പോ ഈ കഥാപാത്രത്തിന്റെ പ്രശ്നം വരുന്നത് ഒരാളുടെ പാഷൻ അയാളെ എവിടെ കൊണ്ടുപോയി എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രശ്നം. ഒരു കഥാപാത്രത്തിന്റെ ധാർമ്മിക പ്രശ്നങ്ങൾ, ധർമ്മസംഘടനകൾ, അയാളുടെ ആത്മസംഘർഷങ്ങൾ, അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് കഥാപാത്രത്തിന്റെ മാനസികഭാവങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒരു പാവം മനുഷ്യൻ, നമുക്കൊക്കെ കണ്ട് പരിചയമുള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് അപരിചിതമായിട്ടുള്ള ചില ജീവിത മേഖലകളിലേക്ക് എത്തിപ്പെടേണ്ടതാകുന്ന, അല്ലെങ്കിൽ സാഹചര്യവശാൽ എത്തിപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും അതേ തുടർന്നുണ്ടാകുന്ന രസകരങ്ങളായിട്ടുള്ള ചില മുഹൂർത്തങ്ങളും ഒക്കെയാണ് ഈ കഥാപാത്രത്തിന്റെ, ഈ സിനിമയിലെ ഈ കഥാപാത്രത്തിന്റെ ഒരു പോക്ക്. അങ്ങനെയാണെന്ന് പറയാം. ഡാഡിക്കുൾ എന്ന ചിത്രത്തില് ശ്രീ ആഷിഖ് അബു എന്ന ഒരു നവാഗത സംവിധായകനായിരുന്നു. ഇപ്പോൾ വീണ്ടും പുതുമുഖ സംവിധായകനാണ് ഈ ചിത്രത്തിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ശ്രീ മാർട്ടിൻ പ്രക്കാട്ടുമായിട്ടുള്ള താങ്കളുടെ അനുഭവം ഒന്ന് പറയാമോ? ആഷിഖായാലും മാർട്ടിനായാലും പുതുമുഖ സംവിധായകർ എന്നുള്ള ഒരു ലേബലിനുപരി അവരുടെ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സുഹൃത്തുക്കളായി ജോലി ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തർക്കങ്ങളില്ലാതെ കൺവേ ചെയ്യാനും, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താനും, കൂട്ടിച്ചേർക്കാനും, വെട്ടിക്കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ അങ്ങനെ സൗഹൃദത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളിലും. ആ സുഹൃത്തുക്കൾ ഒരുമിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തിയും ഒക്കെ അനുഭവിക്കാൻ ഈ രണ്ട് ചിത്രങ്ങളും എനിക്കായി. ഈ ചിത്രത്തിന്റെ ഒരു മൊത്തം നിർമ്മാണ ചെലവ് എത്രയാണ്? ഇതിന് സാറ്റലൈറ്റ്, അതുപോലെ ഓവർസീസ് റൈറ്റ് തുടങ്ങിയവ വഴി എത്രത്തോളം ഇതുവരെ ബിസിനസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ കഴിയുമോ? ഇതൊരു വമ്പൻ ബഡ്ജറ്റിൽ എടുക്കുന്ന ഒരു ചലച്ചിത്രമല്ല, ഭീകരമായിട്ടുള്ള ചെലവുണ്ടാകുന്ന ഒരു ചലച്ചിത്രമല്ല. ഒരു സാധാരണ സൂപ്പർ സ്റ്റാർ ചിത്രത്തിന്റെ നിർമ്മാണ ചെലവുകളെ ഈ ചിത്രത്തിന് ഉണ്ടായിട്ടുള്ളൂ. എക്സ്ട്രാവഗൻസ് ഒന്നും തന്നെ നമ്മൾ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിദേശങ്ങളിലുള്ള ഷൂട്ടോ അല്ലെങ്കിൽ ദിവസങ്ങൾ നീളുന്ന ഷൂട്ടോ ഒന്നുമില്ല. വളരെ കൺട്രോൾഡായിട്ടുള്ള ഒരു ബജറ്റിലാണ് ഇത് നിൽക്കുന്നത്. അതിന്റെ ചിത്രത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ബെസ്റ്റ് ആക്ടറിന് എല്ലാവിധമായ ഭാവുകങ്ങളും ഫോറം കേരളത്തിന്റെ പേരിൽ നേരുന്നു.